വെൽക്കം ടു മൈ എയിം യൂട്യൂബ് ചാനൽ. ആധുനികതയിലേക്കുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന വാക്കാണ് നവോത്ഥാനം. നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ട വിവിധ സംഘടനകളെ പറ്റിയും നവോത്ഥാന നേതാക്കളെ പറ്റിയും വിവിധ ചോദ്യങ്ങളാണ് PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളത്. അവയെപ്പറ്റി കൂടുതൽ അറിയാൻ വീഡിയോ തുടർന്നു കാണുക. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നവോത്ഥാന നേതാക്കളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുക രാജാറാം മോഹൻ റോയിയെ പറ്റിയാണ്. കാരണം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആണ് അദ്ദേഹം. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു 1829 സതി നിരോധിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി 1828 ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദി എന്ന പത്രം 1821 സ്ഥാപിച്ചു. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിധവകളുടെ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. അന്ന് കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെയും അദ്ദേഹം എതിർത്തിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച വനിതയാണ് പണ്ഡിത രമാബായി. നിലാരംബരായ ഇന്ത്യൻ സ്ത്രീകൾക്കു വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിനായി അവർ അമേരിക്കയിൽ വിപുലമായ പര്യടനം നടത്തി. സമാഹരിച്ച തുക ഉപയോഗിച്ച് അവർ ബാലവിധവകൾക്കായി ശാരദാ സദൻ ആരംഭിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1882 ആര്യ മഹിളാ സഭ രൂപീകരിച്ചു. മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം സ്ഥാപിച്ച ഓറിയന്റൽ കോളേജ് ആണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ലോകമാസകലം ജാതി, മത, വർഗ, വർണ്ണ, കക്ഷി, ആശയ ചിന്തകൾക്കതീതമായി വ്യക്തിപ്രഭാവവും പ്രതിഭാവിലാസവും കൊണ്ട് ആഴത്തിൽ സ്വാധീനം സൃഷ്ടിച്ച മഹാത്മാവാണ് സ്വാമി വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. വിശ്വ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ടു വ്യക്തികളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ശ്രീ രാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി 1897 സ്ഥാപിതമായ സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിച്ചു വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.